180 രാജ്യങ്ങളിൽ നിന്നായി ഏകദേശം 4500ഓളം പ്രദർശകരും 2.5 ലക്ഷത്തിലധികം ആളുകളും എത്തുന്ന ഒരു വലിയ എക്സിബിഷൻ തന്നെയാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ പ്രദർശനങ്ങളൊന്നാണ് അറബ് ഹെൽത്ത്. അറബ് ഹെൽത്തിൻ്റെ ഭാഗമായിട്ട് എക്സ്പോ സിറ്റിയിൽ നടക്കുന്ന ഈ ഒരു എക്സിബിഷൻ്റെ ഭാഗമാണ് ഇന്ന് ഞാൻ. പൊതുജന ആരോഗ്യത്തിൻ്റെ സവിശേഷതയെക്കുറിച്ച്, വെൽനെസ്സിനെക്കുറിച്ച്, അതുപോലെ തന്നെ ഹെൽത്ത് മേഖലയിൽ ആരോഗ്യരംഗത്തുണ്ടാകേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ചുമെല്ലാം വിശദമായ പഠനങ്ങളും പുതിയ പ്രദർശനങ്ങളും ഒപ്പം പുതിയ കണ്ടുപിടുത്തങ്ങളും പരിചയപ്പെടുത്തുന്ന അപൂർവമായ ഒരു എക്സിബിഷൻ തന്നെയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഡോക്ടേഴ്സിനൊക്കെ ഇവിടെ വന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപഠിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഹാൻഡ്സ് ഓൺ വർക്ക്ഷോപ്സ് ഉണ്ട്. എന്തൊക്കെ പുതിയതായിട്ട് ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട് ഇതെല്ലാം കാണാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും അതിൻ്റെ ഫസ്റ്റ് ഹാൻഡ് നോളജ് കിട്ടാനായിട്ടും ഡിസ്കഷൻ ചെയ്യാനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. Here in Dubai, it's nice, the World Health Expo. It's so easy to come here. ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം പ്രതികൾ, ആരോഗ്യ വിദഗ്ധർ തുടങ്ങിയവർ WHO എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യരംഗത്തെ പരിഷ്കരണം, ആരോഗ്യ നയം, നിയന്ത്രണം എന്നിവ ദേശീയ തലത്തിൽ പ്രയോഗിക്കുന്ന രീതി എക്സ്പോയിൽ വിശദീകരിക്കും. UAE-യുടെ പൊതുജന ആരോഗ്യരംഗം കെട്ടിപ്പടുക്കാനുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു അറബ് ഹെൽത്ത് എന്നുള്ളത് കൂടി ഈ വർഷം പറയുകയാണ്. അതുപോലെ തന്നെ റോബോട്ടിക്കിൻ്റെ സാധ്യതകൾ, ഇപ്പോൾ ആസ്റ്റർ പറഞ്ഞിരിക്കുന്നത് റോബോട്ടിക്കിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ്. അത് ഇത്തവണ തന്നെ, ഈ വർഷം തന്നെ അത് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അങ്ങനെ അറബ് ഹെൽത്ത് എന്ന് പറയുന്നത് ലോകത്തെ ആരോഗ്യരംഗത്ത്, നമ്മുടെ എല്ലാം ആരോഗ്യരംഗത്തിൻ്റെ പുതിയ വളർച്ചയുടെ ഒരു ഉദാത്ത മാതൃകയായിട്ട് ഈ എക്സിബിഷൻ മാറുകയാണ്. എക്സ്പോ സിറ്റിയിൽ ഈ മാസം 12 വരെയാണ് എക്സിബിഷൻ തുടരുക.